ഹായ് ഫ്രണ്ട്സ്, ഡ്രീം റൈഡ് 360 എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനും എൻ്റെ 6 സുഹൃത്തുക്കളും ചേർന്ന് ഒത്തിരി നാളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു യാത്രാ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ സ്വപ്ന യാത്ര എറണാകുളം വൈറ്റിലയിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് ആരംഭിച്ചു. ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി എന്താണ് ഓവർലാൻഡിംഗ് യാത്ര എന്നുള്ളത് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു SUV ടൈപ്പ് വാഹനത്തിന് റൂഫ് ടോപ്പിൽ ഫോൾഡ് ചെയ്ത് മടക്കി വയ്ക്കുന്ന റൂഫിംഗ് ടെൻറ്റും വാഹനത്തിനകത്ത് കുക്കിംഗ് സൗകര്യങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന രീതിയാണ്. ഇങ്ങനൊരു യാത്ര ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളും ഇങ്ങനൊരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോകും. സാധാരണയായി നാം ചില ഡെസ്റ്റിനേഷൻസിലെത്തുമ്പോൾ അവിടെ നമുക്ക് ഹോട്ടൽ സൗകര്യങ്ങളോ പരിചയക്കാരോ ഇല്ലെങ്കിൽ നമുക്കവിടെ തങ്ങുവാൻ കഴിയാറില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തി പകൽ സമയങ്ങളിൽ കാഴ്ച കണ്ട് തിരികെ പോരുകയാണ് പതിവ്. എന്നാൽ ഇങ്ങനൊരു വാഹനം, ഒരു ഓവർലാൻഡ് വാഹനമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നാം ചെല്ലുന്ന ഡെസ്റ്റിനേഷനിലൊക്കെ നമ്മുടെ വാഹനം നമ്മുടെ വീടായി മാറുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാഹനത്തിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ടലിനെ ആശ്രയിക്കാതെ ഭക്ഷണം സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കാം. വഴിയിൽ കിട്ടുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഭക്ഷണമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചിലവുകളില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. ഈ ഒരു യാത്ര ഞങ്ങൾ വളരെ ചിലവ് ചുരുക്കി യാത്ര ആക്കി മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിലെ ചിലവുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഇതുപോലൊരു ഓവർലാൻഡ് യാത്ര എങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തരുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഒരു അനുഭവങ്ങളും ഞങ്ങളുടെ യാത്രയിലുണ്ടാകുന്ന നിമിഷങ്ങളും ഒക്കെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ ഒരു ചാനലിലൂടെ ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ വാഹനം രാത്രി കാലങ്ങളിൽ പാർക്ക് ചെയ്യുന്നതിന് കൂടുതലായും പെട്രോൾ പമ്പുകളായിരിക്കും തിരഞ്ഞെടുക്കുക. 24 hours പെട്രോൾ പമ്പുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കവിടെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റിയും ഒക്കെ ലഭിക്കും. ഞങ്ങൾ സേലത്ത് താമസിച്ച പെട്രോൾ പമ്പ് വളരെ സൗകര്യമുള്ളതും വിശാലമായതുമാണ്. ദീർഘദൂര ലോറി ഡ്രൈവർമാരൊക്കെ ഇങ്ങനെയുള്ള പെട്രോൾ പമ്പുകളിൽ രാത്രി കാലങ്ങളിൽ വാഹനം നിർത്തിയിട്ട് അതിരാവിലെ അവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കുളിച്ച് യാത്രയായി മുന്നോട്ട് യാത്ര തുടരുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാഹനവും ഇതിനെപ്പോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവർ തയ്യാറാക്കി തന്നു. അവിടെയുള്ള ജീവനക്കാരൊക്കെ നല്ല സഹകരണമായിരുന്നു. ഈ ഒരു യാത്രയുടെ അനുഭവങ്ങൾ ഇതുപോലൊരു വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നതിന് പകരം ഒരു വ്ലോഗ് വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം എഡിറ്റിങ്ങിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതിനാൽ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഫോണിലെടുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എഡിറ്റ് ചെയ്ത് എത്തിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ കൃത്യമായി അവയൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വ്ലോഗ് രൂപത്തിൽ തന്നെ വീഡിയോ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വിജയവാഡയ്ക്ക് അടുത്താണ്. ആദ്യ ദിവസം നമ്മൾ എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് തിരുപ്പൂരെത്തി. തിരുപ്പൂരിൽ നിന്ന് രണ്ടാം ദിവസം ഏകദേശം സേലത്തിനടുത്ത് വരെ എത്തി. നമ്മൾ ആദ്യ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു 5-6 മണിക്കൂർ റൺ ചെയ്ത് തിരുപ്പൂർ വരെ എത്തി സ്റ്റേ ചെയ്തത്. പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ആവശ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ നമുക്ക് കുറച്ച് ആക്ഷൻ ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തിനെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വണ്ടിയിൽ കുറച്ച് ചെറിയ ചെറിയ സജ്ജീകരണങ്ങൾ ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഏകദേശം അന്നത്തെ ദിവസം വളരെ കുറച്ചേ ഓടിയുള്ളൂ. ഏകദേശം ഒരു 200 കിലോമീറ്ററോളം സേലം വരെ ഓടിയുള്ളൂ. ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം ഒരു 450ഓളം കിലോമീറ്റർ ഓടി. അതായത് ഏകദേശം ഇപ്പോൾ വിജയവാഡയ്ക്ക് അടുത്താണ് ഒരു പെട്രോൾ പമ്പാണ് റിലയൻസിൻ്റെ. എന്നാൽ ഇവിടെ രാത്രി വന്നിട്ട് അവരോട് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പമ്പിൽ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പോൾ എന്തായാലും അതേ പിള്ളേർ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ഇറങ്ങും. അപ്പോൾ ഇനി നേരെ ഒറീസ പുരി ലക്ഷ്യമാക്കി മുന്നോട്ട് യാത്ര ചെയ്യും. അവിടെ തൊട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവിടെ മുതലായിരിക്കും ആരംഭിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ ഇതിനു മുൻപ് മറ്റു വ്ളോഗേഴ്സിൽ നിന്ന് നിങ്ങൾ കണ്ടിരിക്കുന്ന വ്ളോഗിംഗ് സ്റ്റൈലൊന്നും എനിക്ക് ചിലപ്പോൾ പിന്തുടരാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നിരുന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു യാത്ര വളരെ മനോഹരമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ട് കൂടിയേ തീരും. 17-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചതിനാൽ രാത്രി 12 മണി വരെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു.
ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഏകദേശം 7 മണിക്കും 8 മണിക്കും ഉള്ളിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യേണ്ട സ്ഥലം കണ്ടെത്തി ഞങ്ങൾ തമ്പടിച്ചിരിക്കും. ആദ്യ ദിവസമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അത്രയും വൈകി ഓടിച്ചത്. അന്ന് തിരുപ്പൂർ സ്റ്റേ ചെയ്ത് അതിനുശേഷം പിറ്റേ ദിവസം വാഹനത്തിലെ ചെറിയ പണികളൊക്കെ തീർത്ത് ഞങ്ങൾ പിറ്റേ ദിവസം തിരുപ്പൂരിൽ നിന്ന് യാത്രയായി. വാഹനത്തിൻ്റെ വീൽ ബെയറിങ്ങും വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. യാത്ര തുടങ്ങുന്ന തിരക്കിൽ ഞങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. തിരുപ്പൂരിൽ നിന്നും അതൊക്കെ തീർത്ത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ യാത്ര ആരംഭിക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഏകദേശം ഉച്ച വരെ ഞങ്ങൾക്ക് സമയം നഷ്ടമായി. വാഹനത്തിൻ്റെ പണിയെല്ലാം തീർത്ത് ഉച്ച കഴിഞ്ഞിറങ്ങിയ ഞങ്ങൾ ഏകദേശം വൈകുന്നേരത്തോടു കൂടി സേലം ഭാഗത്ത് ഒരു പെട്രോൾ പമ്പിലെത്തി. വിശാലമായ ആ ഒരു പെട്രോൾ പമ്പിൽ ഞങ്ങൾക്ക് അവർ സൗകര്യമൊരുക്കി തന്നു. നാം സാധാരണയായിട്ട് കൂടുതൽ ഇങ്ങനെയുള്ള പെട്രോൾ പമ്പുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇതിൻ്റെ പ്രധാന കാരണം 24 hours പെട്രോൾ പമ്പാണ് എങ്കിൽ നമുക്കവിടെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളും അതേപോലെ തന്നെ വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതിരാവിലെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. ഏകദേശം ഒരു 3 മണിക്കൂറോളം ട്രാവൽ ചെയ്തപ്പോൾ വഴിയരികിൽ ഒരു മാർക്കറ്റ് കണ്ടു. അവിടെ നിന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളും കാര്യങ്ങളും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. ഇനി അടുത്ത കാര്യം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മുന്നോട്ട് പോയപ്പോൾ ഏകദേശം ഒരു ഹൈവേക്ക് സൈഡിലായി തന്നെ ഒരു തടാകം പോലെ ഒന്ന് കണ്ടു. ഞങ്ങൾ അതിന് നടുവിലൂടെയുള്ള വഴിയിലൂടെ മുന്നോട്ട് പോയി. ആ ഒരു വഴിയിലൂടെ മുന്നോട്ട് ചെന്നപ്പോൾ കുറച്ച് വീടുകൾ മാത്രമാണ് ആ വഴിയിലുള്ളത്. അവിടെ 2-3 ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി അവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ, അവർ സമ്മതിക്കാതെ വരികയോ എന്നുള്ളൊരു സംശയമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് ചെന്നത്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവർ ഞങ്ങളുടെ വാഹനം കണ്ടപ്പോൾ അടുത്ത് വന്ന് പരിചയപ്പെടുകയും കൂടുതൽ കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്തു. നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. തമിഴ്നാടാണെങ്കിലും നമുക്ക് ഒരു സ്വന്തം നാട്ടിലെ ആളെ പോലെ അവർ ഞങ്ങളെ പരിചരിച്ചു. ഞങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടോ, ഞങ്ങൾ മറ്റു കാര്യങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ തിരക്കി അവർ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഞങ്ങളുടെ കൈവശം വാഹനത്തിൽ വെള്ളം കരുതിയിരിക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചില്ല. ഞങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ കൊണ്ട് ഞങ്ങളവിടെ കുക്കിംഗ് തുടർന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞ് യാത്ര തുടർന്നു. ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോകൾ നിങ്ങളിലേക്ക് വ്ലോഗ് രൂപത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാതെ വന്നാൽ അത് ഒരുപാട് പേരുടെ പരാതിക്ക് കാരണമാകുമല്ലോ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വ്ലോഗ് രൂപത്തിൽ തന്നെ എത്തിക്കാൻ ശ്രമിക്കാം. ചെലവ് ചുരുക്കിയുള്ള ഒരു യാത്രാ രീതിയാണ് ഞങ്ങൾ തുടരുന്നതെന്ന് അറിഞ്ഞ് ഒത്തിരി ആളുകൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. ഇങ്ങനൊരു യാത്ര ചെയ്യുവാൻ അവർക്കും ആഗ്രഹമുണ്ട്. എത്ര രൂപയാണ് നിങ്ങളുടെ ചിലവ് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ കണക്ക് കൂട്ടുകളെക്കുറിച്ച് പറയാം. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ചിലവ് കണക്കാക്കുന്നത് ഏകദേശം ഒരാൾക്ക് 25,000 രൂപയാണ്. ഒരുപാട് ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് 25,000 രൂപയ്ക്ക് ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാമെന്ന്. ഈ ഒരു യാത്രയിലെ യാത്രാ ചിലവ് മാത്രമാണ് പറയുന്നത്. അതായത് വാഹനം വാങ്ങിയതും അതിൽ വരുത്തിയ ഓൾട്ടറേഷൻ്റെ കണക്കുകളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അത് ഏകദേശം 2 ലക്ഷം രൂപയോളം വന്നു. യാത്രകളൊക്കെ അവസാനിക്കുമ്പോൾ ഈ ഒരു തുക നമുക്ക് വാഹനം വിൽക്കുകയോ മറ്റെന്തെങ്കിലോ ചെയ്താൽ തിരികെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുകയെ ഓർത്ത് ആരും ഭയപ്പെടേണ്ടതില്ല. അത് അവിടെ നിൽക്കട്ടെ. യാത്രാ ചിലവ് എന്ന് പറയുന്നത് ഒരാൾക്ക് 25,000 രൂപ എന്ന് പറയുമ്പോൾ 7 പേര് ചേർന്ന് ഇങ്ങനൊരു യാത്രയ്ക്ക് വേണ്ടി തുക ശേഖരിക്കുമ്പോൾ 1,75,000 രൂപ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇതിൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമാണ് ഞങ്ങളുടെ ഈ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പിന് ആവശ്യമായി വരിക. ഏകദേശം 12,000 കിലോമീറ്ററുകൾ ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് കണക്ക് കൂട്ടുകാർ. പിന്നീട് ഭക്ഷണത്തിന് ഏകദേശം 30,000 രൂപ ഞങ്ങൾ നീക്കിയിരിപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഒരു 30,000 രൂപ കൊണ്ട് ഞങ്ങൾക്ക് 30 ദിവസം യാത്ര ചെയ്യാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. എന്നാൽ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം 500 രൂപയ്ക്ക് താഴെയാണ് ഭക്ഷണത്തിനായി ചിലവ് വരിക. അതും 7 പേർക്ക്. വാഹനത്തിനുള്ളിൽ നാട്ടിൽ നിന്നും കരുതിയ അരിയും മറ്റു സാധനങ്ങളൊക്കെയുണ്ട്. ഓരോരുത്തർ വീട്ടിൽ നിന്നെടുത്ത ചമ്മന്തിപ്പൊടിയും ചെമ്മീൻ അച്ചാറും നാരങ്ങ അച്ചാറും അങ്ങനെ വേണ്ട പല സാധനങ്ങളും വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കഞ്ഞിയും പയറും ഒക്കെയായി ഞങ്ങൾ ഈ ഒരു യാത്ര തുടരും. ഈ ഒരു കണക്ക് പ്രകാരം ഇന്ധനത്തിന് 1 ലക്ഷം രൂപയും 30,000 രൂപ ഞങ്ങളുടെ ഭക്ഷണങ്ങൾക്കും അതുപോലെ തന്നെ 20,000 രൂപ ടോളിനുമായി മാറ്റിവെച്ചിരിക്കുന്നു. ഇത് 1.5 ലക്ഷം രൂപ ചിലവ് വരുന്നു. ഞങ്ങൾ ഒരാൾ 25,000 രൂപ വെച്ച് നീക്കി വെച്ചിരിക്കുന്നത് 1,70,000 രൂപയുണ്ട്. ഈ ബാക്കി വരുന്ന 25,000 രൂപ ഞങ്ങൾക്ക് ഹിഡൻ ചാർജുകളായി വരുന്ന ടോൾസ് അല്ലാതെ ഇതിനു പുറമെ ടിക്കറ്റ് ചാർജുകളും പെർമിറ്റ് ചാർജുകൾക്കും ഒക്കെയായി എടുക്കുന്നതാണ്. ഈ ഒരു യാത്രയിൽ വരുന്ന മറ്റു ചിലവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അത് നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഇതുപോലൊരു യാത്ര ചെയ്യുവാൻ എത്ര രൂപ ചിലവ് വരും എന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് ഒരു പക്ഷേ ഉപകാരപ്പെടും. ഇതിനു മുൻപ് യാത്ര ചെയ്ത ആളുടെയും അനുഭവങ്ങളോ
അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ആശങ്കയോട് കൂടിയാണ് ഈ ഒരു യാത്ര ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശ ധാരണയാണ്. ഈ ഒരു യാത്രയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുത്തത്, എന്തെല്ലാം കാര്യങ്ങൾ വേണമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ എടുത്തത് നല്ല തീരുമാനങ്ങളായിരുന്നു എന്നൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. ഈ ഒരു യാത്ര അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങളെക്കാൾ മനോഹരമായി യാത്ര ചെയ്യുവാൻ അത് നിങ്ങളെ സഹായിക്കട്ടെ.